മനുഷ്യ ചരിത്രത്തിലെ ബഹുഭൂരിപക്ഷവും മനുഷ്യർ ശേഖരിക്കുന്ന, വേട്ടയാടുന്ന ഗ്രൂപ്പായിട്ടാണ് ജീവിച്ചിരുന്നത്. ഹരാരിയുടെ പുസ്തകത്തിൽ അത് നന്നായി പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ തലച്ചോറ് പ്രധാനമായി പരിണമിച്ചു വന്നത്, എവല്യൂഷൻ നടന്നത് സർവൈവൽ, അതിജീവനത്തിന് വേണ്ടിയിട്ടാണ്. 2, ത്രെറ്റ് ഡിറ്റക്ട് ചെയ്യാനാണ്. അതായത് അവിടെ ഒരു ടൈഗർ ആണോ നിൽക്കുന്നത്, അതോ ഭക്ഷണമാണോ ഉള്ളത് എന്ന്, ത്രെറ്റ് ആണോ ഡേഞ്ചർ ആണോ എന്ന്, ഭീഷണിയുണ്ടോ എന്ന് മനസ്സിലാക്കുക. കുട്ടികളുടെ ബ്രെയിനിന്റെ വളർച്ച എന്ന് പറയുന്നത് ബ്രെയിൻ സ്റ്റെമ്മിൽ തുടങ്ങുന്നു, അതായത് റെപ്റ്റേലിയൻ ബ്രെയിനിൽ തുടങ്ങുന്നു. അത് കഴിഞ്ഞ് മെമേലിയൻ ബ്രെയിൻ ആയിട്ടുള്ള ലിംബിക് സിസ്റ്റം ഇവോൾവ് ചെയ്യുന്നു. ഇത് രണ്ടും കൂടെ കൂടിച്ചേരുന്നതാണ് പാർട്ട് ഓഫ് ഫിയർ ബ്രെയിൻ, ഭയത്തിന്റെ സർക്യൂട്ടാണ്. ഇത് സർവൈവലിന് വേണ്ടിയിട്ട് മനുഷ്യനെ എപ്പോഴും, മനുഷ്യനെ മാത്രമല്ല എല്ലാ ജീവികളെയും പ്രേരിപ്പിച്ചുകൊണ്ടേയിരുന്നു. അത് കഴിഞ്ഞിട്ടുള്ള ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ നമുക്ക്, സാറും പറഞ്ഞു ഡോക്ടറും പറഞ്ഞ കാര്യമാണ്, കാർഷിക വിപ്ലവത്തിന് ശേഷം അവിടെ എന്തുണ്ടായി? സ്വത്ത്, പ്രോപ്പർട്ടി, അനന്തരാവകാശം, ലീനേജ്, ഇതെല്ലാം നിർണായകമാവാണ് അല്ലേ? വംശാവലി ഉറപ്പിക്കേണ്ടുന്നതുണ്ടായിരുന്നു. സ്ത്രീകളുടെ റീപ്രൊഡക്ഷന് നിയന്ത്രണം അവിടെ വരാൻ തുടങ്ങി. സാമൂഹിക പ്രാധാന്യം നേടിയെടുത്തത്, സ്ത്രീകളുടെ റീപ്രൊഡക്ഷന് മേലുള്ള കൺട്രോൾ നേടിയെടുത്തത് കാർഷിക ഉൽപാദനവുമായി ബന്ധപ്പെട്ടാണ്. കാലക്രമേണ സ്വത്ത്, യുദ്ധം, കിൻഷിപ്പ് എന്നിവയെ ചുറ്റിപ്പറ്റി സംഘടിക്കപ്പെട്ട സംവിധാനങ്ങൾ പുരുഷാധിപത്യപരമായി മാറാൻ തുടങ്ങി. അതായത് പേട്രിയാർക്കി വളരാൻ തുടങ്ങി. ഈ ഘടന ബയോളജിക്കലി അനിവാര്യതയായിരുന്നില്ല. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും ബയോളജിക്കലി അനിവാര്യതയായിരുന്നില്ല. പക്ഷെ അവ കൾച്ചറലി സ്ഥാപിക്കപ്പെട്ട ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയി മാറുകയാണ് ചെയ്തത്. ഹരാരി തന്നെ വാദിക്കുന്നത് ഇതാണ്. ആളുകൾ കൂട്ടായി പങ്കിട്ട ഷെയർഡ് നറേറ്റീവായി, വ്യാഖ്യാനങ്ങളായി വിശ്വസിക്കുന്നതിൽ നിന്നാണ് വലിയ തോതിലുള്ള ഹൈറാർക്കി നിലനിന്നു പോന്നിരുന്നത്. അത് ഷെയർഡ് നറേറ്റീവ്സ് ആയി മാറുകയാണ്. ഇനി പറയുന്ന ഈ ആശയങ്ങൾ അതിൽ നിന്നാണ്, ഒരു ഷെയർഡ് നറേറ്റീവ് ആയിട്ടാണ് വന്നത്. സ്ത്രീകൾ സ്വാഭാവികമായി ഇമോഷണലാണ്. ഇപ്പോഴും പറയില്ലേ, സ്ത്രീകൾ എപ്പോഴും വികാര ജീവികളാണെന്ന് പറയും അല്ലേ? ഇത് ഷെയർഡ് നറേറ്റീവാണ്. 2, മെൻ ആർ നാച്ചുറൽ ലീഡേഴ്സ്. പുരുഷന്മാരാണ് നാച്ചുറൽ ആയിട്ടുള്ള ലീഡേഴ്സ്. ഇതും ഷെയർഡ് നറേറ്റീവാണ്. 3, സ്ത്രീകളുടെ വിശുദ്ധി കുടുംബ ബഹുമാനത്തെ നിർണ്ണയിക്കുന്നു. പ്യൂരിറ്റി ഓഫ് വിമൻ ആണ് കുടുംബത്തിന്റെ വിശുദ്ധി നിർണ്ണയിക്കുന്നത്. ഇവയൊന്നും ന്യൂറോ സയന്റിഫിക്കലി തെളിയിച്ചിട്ടുള്ള കാര്യമൊന്നും അല്ല. ചരിത്രപരമായി ശക്തിപ്പെട്ട അല്ലെങ്കിൽ ചരിത്രപരമായി ശക്തിയാർജിച്ച സോഷ്യൽ കോൺസ്ട്രക്റ്റ് ആണ്, അഥവാ സാമൂഹിക നിർമ്മിതികളാണ് ഇവയെല്ലാം തന്നെ. സയന്റിഫിക് ടെമ്പർ അഥവാ ശാസ്ത്രീയ മനോഭാവം ആരംഭിക്കുന്നത് അത്തരം അവകാശവാദങ്ങളെ, ഈ പറഞ്ഞ അവകാശവാദങ്ങളെ ഹൈപ്പോത്തിസിസ് ആയി കാണുക. എന്താണ് ഒരു സയന്റിഫിക് ടെമ്പർ? റിസർച്ച് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം എടുക്കുന്നത് എന്താണ്? ഹൈപ്പോത്തിസിസ് ഡെവലപ്പ് ചെയ്യുക. ഇങ്ങനെ പറഞ്ഞു വെച്ചതിനെ ഹൈപ്പോത്തിസിസ് ആയി കാണാൻ മാത്രം കണക്കാക്കി തുടങ്ങുക. അല്ലാതെ പവിത്രമായ സത്യങ്ങളല്ല ഇവയൊന്നും തന്നെ. ന്യൂറോ സയന്റിഫിക്കലി ഇതൊന്നും തെളിയിച്ചിട്ടുള്ള കാര്യങ്ങളല്ല. സയന്റിഫിക് ടെമ്പർ ബിഗിൻസ് ബൈ ട്രീറ്റിംഗ് സച്ച് ക്ലെയിംസ് as hypothesis, not sacred truth. ഇതാണ് നമ്മൾ മനസ്സിലാക്കുക. 2ാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ട്രൈബൽ ബ്രെയിൻ ആൻഡ് കൺട്രോൾ ഓവർ വിമൻ. ഗോത്ര മസ്തിഷ്കവും സ്ത്രീകളുടെ മേലുള്ള നിയന്ത്രണവും. പരിണാമം ഗ്രൂപ്പിനുള്ള ഐക്യത്തെ അനുകൂലിച്ചു. എന്തുപറ്റി? പരിണാമത്തിൽ ഗ്രൂപ്പിനുള്ള ഐക്യം, സോഷ്യൽ ബീയിങ് ആയി നിലനിൽക്കണമെങ്കിൽ കൊഹസീവ് ആവണം. ചെറിയ ഗോത്രങ്ങളുടെ സാഹചര്യത്തിൽ 1, സ്ത്രീകളുടെ ലൈംഗികത കർശനമായി നിയന്ത്രിക്കപ്പെട്ടു. 2, ഗ്രൂപ്പിനുള്ളിലെ പ്യൂരിറ്റി അതിജീവനത്തെ ബാധിച്ചു. 3, സ്ത്രീകളോടുള്ള ബഹുമാനം ശരീരവുമായി ബന്ധപ്പെട്ട് കാഴ്ചപ്പാടുകൾ തുടങ്ങി. പക്ഷെ ഇപ്പോഴത്തെ സൊസൈറ്റിയിൽ നമുക്കിത് കാണാൻ പറ്റും. ദുരഭിമാന കൊലകൾ നടക്കുന്നത് അല്ലേ? സ്ത്രീകൾ വേറെ ഏതെങ്കിലും റിലീജിയനിൽ പോയി കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ കൊലകൾ നടത്തുന്നത്, അതുപോലെ തന്നെ സദാചാര പോലീസുകൾ, മോറൽ പോലീസിങ് നടക്കുന്നത്, സദാചാര നിയന്ത്രണങ്ങൾ നടത്തുന്നത്, പവിത്രതയോടുള്ള അമിതമായ അഭിനിവേശം തുടങ്ങിയ ആധുനിക രീതികൾ ആ പുരാതനമായിട്ടുള്ള ആങ്സൈറ്റിയുടെ പ്രതിധ്വനികളാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ന്യൂറോബയോളജിക്കലി ദീർഘമായിട്ടുള്ള സർവൈവലൻസ്
ആൻഡ് ത്രെറ്റ്, ഭയത്തിൻ്റെ ഫിയർ സർക്യൂട്ട് ആക്ടിവേറ്റ് ചെയ്യുന്നു. സ്ത്രീകൾ നിരന്തരമായി സർവെയിലൻസിലോ വയലൻസിലോ ആണ് പോകുന്നതെങ്കിൽ നെർവസ് സിസ്റ്റം ആ അതിജീവനത്തിന് അഥവാ ആ സർവൈവലിന് വേണ്ടിയിട്ട് മാത്രം പക്വതപ്പെടുകയാണ്. അതിജീവന രീതിയിൽ സർവൈവൽ മോഡിലാണ് ബ്രെയിൻ നിലനിൽക്കുന്നതെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നേരത്തെ പറഞ്ഞ എവല്യൂഷണറിയായി ലോവർ ആയിട്ടുള്ള ബ്രെയിൻ മാത്രമേ ആക്ടിവേറ്റഡ് ആവുകയുള്ളൂ. അതായത് റെപ്റ്റൈൽസിനുള്ള, അതായത് ഒരു ത്രെറ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അമഗ്ഡല എന്ന് പറയുന്ന റീജിയൻ കൂടുതലായി ഹൈപ്പർ ആക്റ്റീവ് ആയിക്കൊണ്ടേയിരിക്കും. അതൊരു ഇമോഷണൽ ബ്രെയിൻ ആക്ടിവേഷൻ. 2, പ്രീഫ്രണ്ടൽ കോർട്ടെക്സ്, മനുഷ്യന് മാത്രം ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള, നമ്മളെ കൊണ്ട് ചിന്തിപ്പിക്കുന്ന പ്രീഫ്രണ്ടൽ കോർട്ടെക്സിന്റെ റെഗുലേഷൻ അടിച്ചമർത്തപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സുരക്ഷയ്ക്കാണ്, ഇങ്ങനെ വരുമ്പോഴത്തേക്കും ഒരു സർവൈവൽ മോഡിലാണ് പ്രവർത്തിക്കുന്നത് എന്നുണ്ടെങ്കിൽ, വയലൻസും അല്ലെങ്കിൽ അതിക്രമങ്ങളും എപ്പോഴും ഒരു ത്രെട്ടാണ് പെർസീവ് ചെയ്യേണ്ടത് എന്നുണ്ടെങ്കിൽ, കാട്ടിൽ ജീവിച്ചതുപോലെ നമ്മൾ എപ്പോഴും ഇങ്ങനെ ത്രെട്ട്, നമുക്ക് നിരത്തിൽ പോലും ഇറങ്ങി നടക്കാൻ സ്വാതന്ത്ര്യത്തോടെ. എൻ്റെ ഒരു സ്റ്റുഡൻറ് പറഞ്ഞതാണ്, ഞാൻ വിദ്യാഭ്യാസം നേടാൻ വേണ്ടി ലോയോള കോളേജിലേക്ക് കണ്ണൂരിൽ നിന്ന് ഇവിടം വരെ വരുമ്പോൾ എടുക്കുന്ന ആ സർവൈലൻസ് ഉണ്ടല്ലോ, ത്രെട്ട് എവിടുന്ന് വരുന്നു എന്ന രീതിയിലാണ് നമ്മളുടെ ബ്രെയിൻ ഫങ്ഷൻ ചെയ്യേണ്ടി വരുന്നതെങ്കിൽ നമ്മുടെ പ്രീഫ്രണ്ടൽ കോർട്ടെക്സ് ആക്ടിവേറ്റഡ് ആവാൻ പറ്റില്ല, സ്വാഭാവികമായി തന്നെ ആക്ടിവേറ്റഡ് ആവാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ സുരക്ഷയ്ക്കാണ് എപ്പോഴും മുൻഗണന നൽകിക്കൊണ്ടേയിരിക്കുന്നത്, ഓട്ടോണോമിക് അല്ല. അവിടെ പരിഗണനയില്ല, ഓട്ടോണോമിക്കോ ഇൻഡിപെൻഡൻസിനോ നമുക്ക് പരിഗണന കൊടുക്കാൻ പറ്റില്ല. ദിസ് ഇസ് നോട്ട് മോറൽ വീക്ക്നെസ് ബട്ട് എ പ്രെഡിക്റ്റബിൾ സ്ട്രെസ് റെസ്പോൺസ്. എല്ലാ ജീവികളുടെയും അല്ലെങ്കിൽ മനുഷ്യന് പ്രധാനമായിട്ടും ഒരു പ്രെഡിക്റ്റബിൾ ആയിട്ടുള്ള സ്ട്രെസ് റെസ്പോൺസ് ആണ് ഇതെന്ന് പറയുന്നത്. അല്ലാതെ ഇതൊരു സ്ത്രീകളുടെ ഇമോഷണൽ വീക്ക്നെസ് ഒന്നും അല്ല നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ മനസ്സിലാക്കുമ്പോൾ പേട്രിയാർക്കി അഥവാ പുരുഷാധിപത്യം ഒരു ഡെസ്റ്റിനി, വിധിയല്ല, മറിച്ച് ഒരു പാരമ്പര്യ സ്വഭാവ രീതിയാണ്. അത് ബോധപൂർവം പരിഷ്കരണത്തിന് വിധേയമാണ്. വിച്ച് മീൻസ് പേട്രിയാർക്കൽ കോൺസെപ്റ്റ് ക്യാൻ ബി കോൺഷ്യസ്ലി ചേഞ്ച്ഡ്. ഇങ്ങനെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ അടിച്ചമർത്തുന്ന ഈ പേട്രിയാർക്കൽ കോൺസെപ്റ്റ്സ് which is also putting us into survival mode can be changed. How? Consciously can be changed. മൂന്നാമത്തെ പോയിന്റ്, ട്രോമ ആൻഡ് ദ ഫീമെയിൽ നെർവസ് സിസ്റ്റം. എന്താണ് ട്രോമ? അതിനു വേണ്ടിയിട്ടാണ് ഈ പുസ്തകം. ഇൻ ദ ബോഡി കീപ്സ് ദ സ്കോർ എന്ന പുസ്തകത്തിൽ ബ്രസൽ പറയുന്നത്, വിട്ടുമാറാത്ത ആഘാതം, എപ്പോഴും ഇങ്ങനെ വയലൻസിൽ നിൽക്കുമ്പോൾ തലച്ചോറിനെ അതിൻ്റെ ഫങ്ഷനെ തന്നെ റീഷേപ്പ് ചെയ്യുന്നു എന്നാണ് വാൻഡർകോക്ക് തന്നെ പറയുന്നത്. നീണ്ടു നിൽക്കുന്ന ഭയം, നേരത്തെ സൂചിപ്പിച്ചതുപോലെ അമഗ്ഡല ഇങ്ങനെ ആക്ടിവേറ്റ് ആയിട്ട് അമിതമായി ഇങ്ങനെ ആക്ടിവേറ്റഡ് ആയിക്കൊണ്ടേയിരിക്കുകയാണ്. പ്രീഫ്രണ്ടൽ കോർട്ടെക്സിന്റെ നിയന്ത്രണം കുറയുകയാണ്. കോർട്ടിസോൾ എന്ന് പറയുന്ന സ്ട്രെസ് ഹോർമോൺ എപ്പോഴും ഇങ്ങനെ റിലീസ് ചെയ്തുകൊണ്ടേയിരിക്കുക. അപ്പം എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ബോഡി, അതുകൊണ്ടാണ് ഇതിനെ പറയുന്നത് ബോഡി കീപ്സ് ദ സ്കോർ എന്ന് തന്നെ പറയുന്നത്. അതുകൊണ്ടാണ് ചൈൽഡ് സെക്ഷൽ അബ്യൂസ് ഫേസ് ചെയ്യുന്ന അല്ലെങ്കിൽ മിലിറ്ററി വെറ്ററൻസിൽ നടത്തിയിട്ടുള്ള പഠനത്തിൽ നിന്ന് അദ്ദേഹം വർഷങ്ങളായി എടുത്ത പഠനത്തിൽ നടത്തിയിട്ടുള്ള ഒരു പുസ്തകമാണ് ഇതെന്ന് പറയുന്നത്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് ഇത് വായിക്കാൻ. എങ്ങനെയാണ് ബ്രെയിൻ ട്രോമയിൽ വർക്ക് ചെയ്യുന്നത്, അത് ബോഡി ആ മെമ്മറി എങ്ങനെ കീപ്പ് ചെയ്യുന്നു എന്നാണ് അത് പറയുന്നത്. എപ്പോഴും ഒരു സൈക്കോളജിക്കൽ ഡിസ്ട്രെസ്സിലായിരിക്കും. സ്ത്രീകൾ അനുപാതമില്ലാതെ ഗാർഹിക പീഡനത്തിനും ലൈംഗിക അതിക്രമത്തിനും വൈകാരിക ഇമോഷണൽ സൈലൻസ്, നമ്മൾ സംസാരിക്കാൻ അനുവദിക്കാതിരിക്കുക, അഭിപ്രായങ്ങൾ പറയാതിരിക്കുക, സ്ട്രക്ചറൽ ഇൻഇക്വാലിറ്റിയിലും വിധേയമാകുന്നു. നേരത്തെ പാപ്പുട്ടി മാഷ് പറഞ്ഞതുപോലെ തന്നെ അമ്മമാര് എന്തുകൊണ്ട് സൂപ്പർസ്റ്റിഷൻസിൽ ബിലീവ് ചെയ്യുന്നു, അവർക്ക് എന്തുകൊണ്ട് സയന്റിഫിക് ടെമ്പർ ഉണ്ടാവാതിരിക്കുന്നു? ഇത് കാലാകാലങ്ങളായി ട്രോമ ഇന്റർജനറേഷണലായി ട്രാൻസ്മിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സ്ത്രീകൾ. അപ്പോൾ എങ്ങനെയാ സയന്റിഫിക്കലി കുട്ടികളെ വളർത്തിയെടുക്കാൻ പറ്റുക? ഇങ്ങനെ ദീർഘമായി ട്രോമറ്റൈസ്ഡ് അഥവാ ആഘാതമേൽക്കുന്ന നെർവസ് സിസ്റ്റം പലപ്പോഴും ഉത്കണ്ഠയിലും വിഷാദത്തിലും അമിത ജാഗ്രതയിലും ഷീമിലും
ലേൺഡ് ഹെൽപ്ലെസ്നെസ്. പട്ടികളിൽ പഠനം നടത്തിയിട്ടുണ്ട്, ഷോക്ക് അടുപ്പിച്ച്. പിന്നീട് എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പട്ടികൾക്ക് ഈവൻ വേറെ കാണിച്ചു കൊടുത്താൽ പോലും ആ ഷോക്ക് വിട്ടുമാറാൻ പറ്റില്ല. അതിനെയാണ് ലേൺഡ് ഹെൽപ്ലെസ്നെസ്. ഡിപ്രഷന്റെ വലിയൊരു സിംറ്റമാണ് ലേൺഡ് ഹെൽപ്ലെസ്നെസ്. അതിലേക്ക് പോവുകയാണ്. ദസ് ഒപ്രഷൻ ഇസ് നോട്ട് ഓൺലി സോഷ്യൽ ബട്ട് ബിക്കംസ് ബയോളജിക്കലി എൻകോഡഡ് ത്രൂ സ്ട്രെസ് പാത്വേസ്. അത് ബോഡിയിലും സ്ട്രെസ് പാത്വേസായി നമ്മുടെ ബോഡിയിലും റിഫ്ലക്റ്റ് ചെയ്യപ്പെടുക. നാലാമത്തെ പോയിന്റ്, മെൻ്റൽ ഹെൽത്ത് ഡേറ്റ എന്താണ് പറയുന്നത്? ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ തന്നെ നാഷണൽ മെൻ്റൽ ഹെൽത്ത് സർവേ 2015-16 എന്താണ് പറയുന്നത്? അപ്രോക്സിമേറ്റ്ലി 5 to 6% ഓഫ് അഡൾട്ടായിട്ടുള്ള വിമൻ സഫർ ഫ്രം കോമൺ മെൻ്റൽ ഡിസോർഡേഴ്സ്. കോമൺ മെൻ്റൽ ഡിസോർഡേഴ്സ് എന്ന് പറഞ്ഞാൽ ഡിപ്രഷൻ, ആങ്സൈറ്റിയിൽ നിന്ന് 5 to 6% വരുന്ന സ്ത്രീകൾ അനുഭവിക്കുന്നുണ്ട് ഡിപ്രഷനും ആങ്സൈറ്റി. 2, പുരുഷന്മാരെക്കാൾ സ്ത്രീകളിൽ വിഷാദവും ഉത്കണ്ഠയും കൂടുതലായി കാണപ്പെടുന്നു. 3, എക്സ്പോഷർ ടു വയലൻസ് സിഗ്നിഫിക്കൻ്റ്ലി ഇൻക്രീസസ് റിസ്ക് ഫോർ മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസ്. വയലൻസ് നമ്മൾ ഫേസ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ, കോൺസ്റ്റൻ്റായി വയലൻസിൻ്റെ ഒരു സാമൂഹിക അന്തരീക്ഷം തന്നെയാണെന്നുണ്ടെങ്കിൽ എന്ത് പറ്റും? മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസ് കൂടാനുള്ള കാരണങ്ങളുണ്ടാവും. 4, സൂയിസൈഡ് റിമൈൻസ് എ ലീഡിംഗ് കോസ് ഓഫ് ഡെത്ത് എമംഗ് യങ് ഇന്ത്യൻ വിമൻ. ഡോക്ടർ അലീന സൂചിപ്പിച്ചു, യൂത്തിൻ്റെ ഇടയിലുള്ള സൂയിസൈഡാണ്. യൂത്തിൻ്റെ ഇടയിൽ മാത്രമല്ല, സ്ത്രീകളുടെ ഇടയിലും സൂയിസൈഡ് ഇസ് വൺ ഓഫ് ദ ലീഡിംഗ് കോസ് ഓഫ് ഡെത്ത്. ആൻറ്റിനേറ്റൽ, പ്രസവ സമയത്തുള്ള മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസ് റേറ്റ്സ് എന്ന് പറയുന്നത് നാഷണൽ മെൻ്റൽ ഹെൽത്ത് സർവേയും ഇന്ത്യയിൽ നടന്നിട്ടുള്ള സ്റ്റഡീസും കാണിക്കുന്നത് 20% ആണ്. അതായത് പ്രസവ സമയത്ത് മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസ് ഫേസ് ചെയ്യുന്ന സ്ത്രീകൾ എന്ന് പറയുന്നത് 20% ആണ്. അതുകൊണ്ട് തന്നെ സ്ത്രീകളുടെ മെൻ്റൽ ഇൽനെസ്സിനെ ഒരു ഇൻഡിവിജ്വൽ വിഷയമായി കാണാൻ പറ്റില്ല, ഒരു വ്യക്തിഗതമായിട്ടുള്ള ദുർബലതയായി കാണാൻ കഴിയില്ല. ഇറ്റ് ആക്ച്വലി റിഫ്ലെക്ട്സ്, ഞാൻ ഇപ്പോൾ ഇതിനോടകം പറഞ്ഞതുപോലെ തന്നെ, ബയോളജിക്കൽ സ്ട്രെസ് സർക്യൂട്ടിൻ്റെ ആക്ടിവേഷനാണ്. അതിനേക്കാൾ ഉപരിയായി ജെൻഡർ സോഷ്യൽ കണ്ടീഷൻ, ജെൻഡേർഡ് ആയിട്ടുള്ള സോഷ്യൽ കോൺസ്ട്രക്റ്റ് ആണ് അത് കൊണ്ടുവരുന്നത്. 3, കൾച്ചറൽ നറേറ്റീവ്സ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കൾച്ചറായി ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന സോഷ്യൽ കോൺസ്ട്രക്ട്സ് ഓർ നറേറ്റീവ്സ് ആണ്. ഇതാണ് സ്ത്രീകളുടെ ഇടയിലുള്ള എലിവേറ്റഡ് സൈക്കോളജിക്കൽ ഡിസ്ട്രെസ്സിന് കാരണമാക്കുന്നത്. അല്ലാതെ അതിനെ ഒരു വ്യക്തിഗതമായിട്ടുള്ള കാര്യമായി കാണാൻ പറ്റില്ല. 5ാമത്തെ പോയിന്റ്, മിത്ത്, ബയോളജി ആൻഡ് സയൻറ്റിഫിക് ടെമ്പർ. മനുഷ്യർ പൊതുവായ കെട്ടുകഥകളെ ചുറ്റിപ്പറ്റിയാണ് സമൂഹങ്ങളെ സംഘടിപ്പിക്കുന്നതെന്ന് ഹരാരി വീണ്ടും പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ. കെട്ടുകഥകളാണ് മനുഷ്യനെ സംഘടിച്ചു നിർത്താൻ കാരണമാണ്. പേട്രിയാർക്കൽ സിസ്റ്റംസ് ആർ സസ്റ്റെയിൻഡ് ബൈ നറേറ്റീവ് സച്ച് എസ് 1, ഡിവൈൻ ജെൻഡർ റൂൾസ്, പുരുഷനാണ് കുടുംബത്തിൻ്റെ നാഥൻ. 2, ബയോളജിക്കൽ ഡിറ്റർമിനേഷൻ, മാതൃത്വത്തെക്കുറിച്ചുള്ള കോൺസെപ്റ്റ്, സ്ത്രീകൾക്ക് മാത്രമേ മാതാവാൻ പറ്റുകയുള്ളൂ, കുഞ്ഞുങ്ങളെ വളർത്താൻ പറ്റുകയുള്ളൂ, കുഞ്ഞുങ്ങളുടെ ടേക്കിംഗ് കെയർ മൊത്തം അല്ലെങ്കിൽ അടുക്കളയിലെ പണികളെല്ലാം തന്നെ സ്ത്രീകൾക്കാണ് പറ്റുക. 3, സ്ത്രീകളുടെ സാക്രിഫൈസിനെ ആദർശവൽക്കരണം, എന്തോ വലിയ കാര്യമാണ് സ്ത്രീകൾ ജോലിയെല്ലാം ചെയ്യുന്നത്, അത് ഭയങ്കര ആദർശം, ഭയങ്കര നോർമലായിട്ടുള്ളൊരു സംഗതിയാണ്. ഹൗവർ, നമുക്ക് സയൻറ്റിഫിക് ടെമ്പർ അഥവാ ശാസ്ത്രീയ മനോഭാവം ഉണ്ടെങ്കിൽ we can distinguish between biological sex and social constructed roles. For example, caregiving by mother എന്നത് ന്യൂറോബയോളജിക്കൽ അല്ല. Social allocation of care work is historically shaped, not biologically fixed. അസമത്വത്തെ ന്യായീകരിക്കാൻ പരിണാമവാദങ്ങൾ തിരഞ്ഞെടുത്താണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. എവല്യൂഷന്റെ വാദങ്ങളെ തിരഞ്ഞെടുത്ത് മാത്രം ഉപയോഗിക്കുകയാണ്. അവ ശാസ്ത്രബോധമല്ല, കപടശാസ്ത്രമായി മാറുകയാണ്. ശാസ്ത്രബോധം മിത്ത് ബേസ്ഡ് ഹൈറാർക്കിയെ നിരാകരിക്കുകയും തെളിവുകളുടെ അടിസ്ഥാനത്തിലുള്ള ന്യായവാദം ആവശ്യപ്പെടുകയും ചെയ്യുന്നു. എന്താണ്? മിത്തിനെ നിരാകരിക്കുകയും തെളിവുകളുടെ അടിസ്ഥാനത്തിലുള്ള ന്യായങ്ങളെ, ട്രൂത്തുകളെ, ഫാക്റ്റുകളെയുമാണ് നമ്മളെ കൊണ്ട് ചിന്തിപ്പിക്കുന്നത്. 6ാമത്തെ പോയിന്റ് ഇവിടെ ഇതിനോടകം പറഞ്ഞു കഴിഞ്ഞു, എഡ്യൂക്കേഷൻ, ബ്രെയിൻ ഡെവലപ്മെൻറ്റ് ആൻഡ് റിഫ്ലക്റ്റീവ് കപ്പാസിറ്റി. എന്തുകൊണ്ടാണ് എഡ്യൂക്കേഷൻ വേണ്ടുന്നത്? ഡിഗ്രി അല്ല വേണ്ടുന്നത്. നമുക്ക് എത്ര പേര് PhD എടുത്തു? ഇന്ത്യയിൽ ഒത്തിരി പേര് PhD എടുത്തിട്ടുണ്ട്. മംഗൾയാൻ ഉൾപ്പെടെ നടത്തുന്നുണ്ട്. പക്ഷേ മംഗൾയാൻ നടത്തിയിട്ട് എന്ത് ചെയ്യും എന്നുകൂടെ നമ്മൾ ആലോചിക്കണം. ആ രീതിയിലുള്ള നമുക്ക് വേണ്ടുന്നത് ഡിഗ്രീസ് അല്ല, എഡ്യൂക്കേഷനാണ്. വിജ്ഞാനം നമുക്ക്
പ്രീഫ്രണ്ടൽ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മനുഷ്യനെ മനുഷ്യനാക്കുന്ന കോൺഷ്യസ്നെസ്സിൻ്റെയും ചിന്തയുടെയും ബ്രെയിൻ്റെ ഏരിയയാണ് ഡെവലപ്പ് ചെയ്യുന്നത്. മനുഷ്യൻ്റെ ഏറ്റവും ഡെവലപ്പ് ചെയ്ത ബ്രെയിൻ റീജിയൻ, അതിൻ്റെ പ്രവർത്തനത്തെ ക്രിട്ടിക്കൽ തിങ്കിങ് എന്നിവയാണ് ശക്തിപ്പെടുത്തുന്നത്. ഈ ഹെൽത്തി ആയിട്ടുള്ള പ്രീഫ്രണ്ടൽ കോർട്ടെക്സ് ആക്ടിവേഷൻ മനുഷ്യൻ്റെ ഭയപ്രതികരണങ്ങളെ അഥവാ ഇമ്പൾസീവ് ഫിയർ റെസ്പോൺസിനെ മറികടക്കാനാണ് പ്രാപ്തമാക്കുന്നത്. വിമൻസ് ആക്സസ് ടു നോളജ് ആൻഡ് എഡ്യൂക്കേഷൻ ആൻഡ് സയൻറ്റിഫിക് ലിറ്ററസി എൻഹാൻസസ് കോഗ്നിറ്റീവ് ഓട്ടോണോമി. എന്താണ്? വൈജ്ഞാനികമായിട്ടുള്ള ഓട്ടോണോമിയാണ് ഉണ്ടാക്കുന്നത്. പാപ്പുട്ടി മാഷ് പറഞ്ഞതുപോലെ സൂപ്പർസ്റ്റിഷനിൽ പിന്നെ അവർ കിടക്കാൻ ഇടവരില്ല. ഈ എന്താണ് നക്ഷത്രങ്ങളെ നോക്കി കുഞ്ഞുങ്ങളുടെ കല്യാണം തീരുമാനിക്കുന്ന, അല്ലെങ്കിൽ ചൊവ്വാദോഷത്തെക്കുറിച്ച് പിന്നെ സ്ത്രീകൾ ചിന്തിക്കേണ്ടി വരില്ല അങ്ങനെയാണെങ്കിൽ. ദാറ്റ് മീൻസ് ഇറ്റ് ഷിഫ്റ്റ്സ് റെഗുലേഷൻ ഫ്രം ലിംബിക് റിയാക്ടിവിറ്റി ടു റിഫ്ലക്റ്റീവ് കൺട്രോൾ. റിഫ്ലക്റ്റീവ് ആയിട്ടുള്ള എങ്ങനെയാണ്? ലിംബിക് റെസ്പോൺസിൽ നിന്ന്, റിയാക്ഷനിൽ നിന്ന് റെസ്പോൺസിലേക്ക്, ചിന്തിച്ചുള്ള പ്രതിഫലനത്തിലേക്ക്, റിഫ്ലക്റ്റീവ് ആയിട്ടുള്ള ബ്രെയിൻ റീജിയനിലേക്ക് മനുഷ്യനെ മാറ്റും. ന്യൂറോബയോളജിക്കലി പറയുകയാണെങ്കിൽ എമാൻസിപ്പേഷൻ അഥവാ ശാക്തീകരണം എന്നത് റിഫ്ലക്റ്റീവ് ബ്രെയിൻ ആണ്, സർവൈവൽ ബ്രെയിൻ അല്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പ്രീഫ്രണ്ടൽ കോർട്ടെക്സിന്റെ ആക്ടിവേഷൻ ആണ്, സർവൈവൽ അല്ലെങ്കിൽ ഫിയർ സർക്യൂട്ട് അല്ല. 7 പോയിന്റ് ഫ്രം സർവൈവൽ മോഡ് ടു റിഫ്ലക്റ്റീവ് സിവിലൈസേഷൻ. അതിജീവന മോഡലിൽ നിന്ന് പ്രതിഫലന സിവിലൈസേഷനിലേക്ക്. ഓപ്രഷൻ, അടിച്ചമർത്തൽ നിലനിൽക്കുമ്പോൾ ഒന്ന്, ഭയം യുക്തിയെ മറികടക്കുന്നു. ഭയമാണ്, യുക്തി അവിടെ ഇല്ല. 2, മിത്ത് തെളിവുകൾക്ക് പകരം വെക്കുന്നു, മിത്തുകളായി മാറുന്നു, തെളിവുകൾക്ക് പകരമായി മാറുന്നു. ഇന്ന് നമ്മൾ ഇന്ത്യയിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും മിത്തുകളാണ് ഏറ്റവും കൂടുതൽ ബാധിക്കപ്പെടുന്നത്. 3, ട്രോമ, ശബ്ദത്തെ അടിച്ചമർത്തുന്നു. If it is a reflective society, it enhances nervous system safety. സേഫ്റ്റിയുടെ നെർവസ് സിസ്റ്റം. എന്തുകൊണ്ടാണ് നിങ്ങളുടെ ഇടയിൽ ഇരിക്കുമ്പോൾ വളരെ സ്വതസിദ്ധമായ രീതിയിൽ മിനി കെ ഫിലിപ്പ് എന്നോട് പറഞ്ഞു, അമ്മുന് പറയാനുള്ളത് ഏത് ഭാഷയിൽ വേണമെങ്കിലും പറഞ്ഞോളൂ എന്ന് പറയാൻ എനിക്ക് അവിടെ ഒരു കണക്റ്റഡ്നെസ്, സേഫ്റ്റി ഫീൽ ചെയ്യുന്നതുകൊണ്ടാണ്. ഞാൻ വളരെ സേഫാണ് എന്ന് എൻ്റെ ബ്രെയിൻ എന്നോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ്. ആൻഡ് ഇറ്റ് റെഡ്യൂസ്ഡ് ക്രോണിക് ത്രെറ്റ് എക്സ്പോഷർ and it will enhance the evidence-based policy. When the half of the population, പകുതിയോളം വരുന്ന ജനസംഖ്യ, സ്ത്രീകളുടെ ജനസംഖ്യ സർവൈവൽ മോഡിലാണ് ജീവിക്കുന്നതെങ്കിൽ കളക്റ്റീവ് റീസണിങ് കപ്പാസിറ്റി എപ്പോഴും കോംപ്രമൈസ്ഡ് ആയിരിക്കില്ലേ ഒരു സമൂഹത്തിൻ്റെ? ഇനി ഒരു സമ്മറിയിലേക്ക് വരികയാണെങ്കിൽ, 1, സയൻറ്റിഫിക് ടെമ്പർ, ശാസ്ത്ര അവബോധം ആക്ടിവേറ്റ്സ് റിഫ്ലക്റ്റീവ് ഇൻ്റലിജൻസ് ഓവർ ഇൻഹെറിറ്റഡ് ഫിയർ. ഞാൻ നേരത്തെ പറഞ്ഞു, ഇൻഹെറിറ്റഡ് ആയി മാറിയിരിക്കുന്ന ഫിയറിനെ നമുക്ക് മാറ്റി റിഫ്ലക്റ്റീവ് ആയിട്ടുള്ള കോൺഷ്യസ്നെസ്സിലേക്ക് കൊണ്ടുവരാൻ പറ്റും. 2, സ്ത്രീ വിമോചനം സാംസ്കാരിക വിരുദ്ധതയല്ല. ഇറ്റ് റെപ്രസെൻറ്റ്സ് കോഗ്നിറ്റീവ് ആൻഡ് മോറൽ അഡ്വാൻസ്മെന്റ്, എ ട്രാൻസിഷൻ ഫ്രം ഡോമിനൻസ് ബേസ്ഡ് സിസ്റ്റം ടു എവിഡൻസ് ബേസ്ഡ് ഇക്വാലിറ്റി. ഡോമിനൻസിനെ ബേസ് ചെയ്യുന്ന സിസ്റ്റം അല്ല അവിടെ ഉള്ളത്, ഇക്വാലിറ്റിയെ ബേസ് ചെയ്യുന്ന സിസ്റ്റമായിരിക്കും. ആധിപത്യത്തെ അടിസ്ഥാനമാക്കിയുള്ള സംവിധാനങ്ങളിൽ നിന്ന് തെളിവുകളെ അടിസ്ഥാനപ്പെടുത്തിയുള്ള സമത്വത്തിലേക്കുള്ള ഒരു മാറ്റമാണ് വിമൻസ് എമാൻസിപ്പേഷൻ കൊണ്ടുവരുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, സയൻസ് സ്ത്രീ മുന്നേറ്റം എന്ന് പറയുന്നത് ആക്ച്വലി സാമൂഹിക മുന്നേറ്റത്തിന് കൂടെയുള്ളതാണ്. ഒരു സമൂഹം പ്രോഗ്രസീവായി തീരുന്നത് അതിലെ അംഗങ്ങൾക്ക് ചിന്തിക്കാൻ സുരക്ഷിതമായിട്ട് തോന്നുമ്പോഴാണ്, സുരക്ഷിതമായ ഒരു എൻവയോൺമെൻറ്റ് ഉണ്ടാവുമ്പോഴാണ്. Therefore, emancipation is not merely legal reform. നമ്മൾ പലപ്പോഴും ലീഗലി എല്ലാം ഉണ്ട്, സ്ത്രീകൾക്ക് റിഫോംഡ് ആയിട്ടുണ്ട്. ഇറ്റ് ഈസ് ദ ക്രിയേഷൻ ഓഫ് കണ്ടീഷൻസ് ഇൻ വിച്ച് വിമൻസ് നെർവസ് സിസ്റ്റം ആർ നോട്ട് ക്രോണിക്കലി ത്രെറ്റൻഡ്. സ്ത്രീ വിമോചനം എന്ന് പറയുന്നത് ന്യൂറോളജിക്കൽ ലിബറേഷനായി മാറണം. നമുക്ക് നമ്മളുടെ ബ്രെയിനെ ഏറ്റവും ബ്യൂട്ടിഫുള്ളായി പ്രീഫ്രണ്ടൽ കോർട്ടെക്സിൽ നിലനിർത്തിക്കൊണ്ട് കവിതയും ശാസ്ത്രവും ഒക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റേണ്ടതാവണം. ആൻഡ് ലീഡ്സ് ടു എ സിവിലൈസേഷൻ ദാറ്റ് ചൂസസ് റീസൺ ഓവർ ഫിയർ, which result in advancement of societal progress, not only socially
ബട്ട് എവല്യൂഷണറിയായി ഇനി അടുത്ത സമൂഹത്തിൻ്റെ പ്രോഗ്രസ് എന്താണ്, എവല്യൂഷൻ എന്താവണം. ഞാൻ എവല്യൂഷനിലാണ് സ്റ്റാർട്ട് ചെയ്തത്, എങ്ങനെയാണ് സ്ത്രീയെ അടിച്ചമർത്തലിലേക്ക് കൊണ്ടുവന്നത് എന്ന് പറഞ്ഞതിൽ നിന്ന് ഇനി സമൂഹം പ്രോഗ്രസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്തു വേണം, ന്യൂറോബയോളജിക്കലി തന്നെ എന്തു വേണം എന്നുള്ളത് പറഞ്ഞുകൊണ്ട് അലീന പറഞ്ഞതുപോലെ തന്നെ നമുക്ക് പൊളിറ്റിക്കലി ഡിസ്കഷൻസ് നടത്താൻ പറ്റുന്ന അന്തരീക്ഷം നമ്മളുടെ കുട്ടികളുടെ ഇടയിലും നടത്താൻ കഴിയുന്ന ഒരു അന്തരീക്ഷമാണ് നമ്മൾ സൃഷ്ടിക്കേണ്ടത്. ഡിസ്കോഴ്സുകൾ, ഡയലോഗുകൾ നടക്കുന്നത് വഴിയേ, ഇവിടെയുള്ള സമൂഹത്തിലെ എല്ലാവരും നടത്തുന്നത് വഴിയേ നമുക്ക് ചേഞ്ചസ് കൊണ്ടുവരാൻ പറ്റുള്ളൂ. അങ്ങനെയാണ് നമ്മളുടെ പ്രീഫ്രണ്ടൽ കോർട്ടെക്സ് അഡ്വാൻസ് ചെയ്യുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ. താങ്ക് യു.